നല്ല ഓറഞ്ച് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയരുത് കേട്ടോ. നമുക്ക് നല്ല ഓറഞ്ച് തൊലി അച്ചാറുണ്ടാക്കാം. അപ്പോൾ 2-3 ദിവസത്തിൽ കഴിച്ച ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഓറഞ്ച് തൊലിയായിരിക്കണം. പിന്നെ ഒരുപാട് ദിവസം വെക്കരുത്, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്ന് കഴുകി പേപ്പറിൽ വെള്ളം മാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ ഈ വെളുത്ത ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് പറിച്ച് മാറ്റാം. അതുപോലെ ഈ വൈറ്റ് കളർ മാക്സിമം ചുരണ്ടി കളയണം. ഇതിന് കയ്പ്പ് രുചി കൂട്ടും, അതുകൊണ്ടാണ് ഇത് കളയണത്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി കഴുകിയതിന് ശേഷം ഇത് ചുരണ്ടുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് പോരുന്നത്. ഒരു സിസേഴ്സിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യണത്. നല്ല ഈസി ആയിട്ട് പോരുന്നുണ്ട്. ഇനി കുറച്ച് വാളംപുളി, 3 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് ഒരു കപ്പ് വരെ ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഓറഞ്ച് തൊലിയൊക്കെ ചുരണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ശരിയാക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, ആ ഞെട്ടി പിന്നെ വല്ല കേടായ ഭാഗങ്ങൾ അതൊക്കെ വെട്ടിക്കളയാം. എന്നിട്ട് ചെറിയ ചെറിയ ജൂലിയൻ കട്ട് ഇതുപോലത്തെ മാച്ച് സ്റ്റിക്ക് പോലത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഈ പണി ചെയ്യാൻ സീസേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ കഴിയണതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. ഇതാണ് കാണാനും നല്ലത്, പിന്നെ കഴിക്കാനും നല്ലത്. ആ പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാളംപുളി സോക്കായിട്ടുണ്ട്. അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 10 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. നല്ലെണ്ണയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അച്ചാറുണ്ടാക്കാൻ. അത് ആ അച്ചാർ കൂടുതൽ നാൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ വേറെ ഓയിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഈ ചെറിയ കടുക് മണിയാണ് കേട്ടോ കാണാൻ കൂടുതൽ ഭംഗി. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ കടുക് എണ്ണയിലേക്ക് ഇട്ട് അത് പൊട്ടാൻ വേണ്ടി കാത്തിരിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ ഒരുപാട് മാറിപ്പോകരുത്. അതിന് മുമ്പ് നന്നായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. 4.5 ടേബിൾ സ്പൂൺ വീതം നന്നായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായി മാറണം. ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പതുക്കനെ ആ പച്ചമണം മുഴുവനായിട്ട് മാറണം. പിന്നെ ഇവിടെ കളറ് മാറാണ്ട് ശ്രദ്ധിക്കണം, ബ്രൗൺ ആയൊന്നും പോകരുത്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി വേണം. ഒരു 9 ടീസ്പൂണോളം വേണം മൊത്തം. ആദ്യം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു മണം വരും. അതുപോലെ കളർ നല്ല ഡീപ്പ് റെഡായിട്ട് മാറും. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം. ആ എണ്ണ തെളിഞ്ഞ് വരും. ഇനി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലി മുഴുവൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മസാലയിൽ ഇത് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്ത് കൊടുക്കണം. മസാല നന്നായിട്ട് കോട്ട് ചെയ്യണം. വേഗം ചെയ്യാൻ നോക്കണം. ഇത് ഒരേപോലെ കളർ എല്ലായിടത്തും ഒരേപോലെ ആയതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കണം. ബാക്കി മുളക് പൊടി മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഉലുവ, ഇത് ചുട്ട് പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഒരു ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആ റെഡിയാക്കി വെച്ച വാളംപുളി പിഴിഞ്ഞ വെള്ളം, പിന്നെ കുറച്ചും കൂടി വെള്ളം ആവശ്യത്തിന്, ഈ ഓറഞ്ച് തൊലി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം. ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില കഴുകി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വാളംപുളി കൂടാണ്ട് നമ്മളിതിൽ വിനെഗറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വരെയും ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു, ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. കുറച്ചും കൂടി വിനെഗർ വിട്ട് 2ാമത്തെ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത്. അപ്പോൾ കറക്റ്റ് ഫ്ലേവറായി. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം. ഉപ്പ്, വിനെഗർ, പഞ്ചസാര. ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ നല്ലൊരു ജാറിലാക്കാം. ഇത്രയ്ക്കുള്ളൊരു ജാർ ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഈ റെസിപ്പി കൊണ്ട്. അപ്പോൾ ഓറഞ്ച് തൊലി കളയരുത്, ഈ അച്ചാർ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ബൈ.